നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ കിടപ്പാടം പണയപ്പെടുത്തി ലോൺ എടുക്കാൻ തീരുമാനിച്ചത്? പറയ്. അതെ, ഞാൻ തന്നെയാണ് ആ ഐഡിയ കൊടുത്തത്. ഓ, ഈശ്വരമംഗലം വീട് പണയപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നിനക്ക് എന്താടി അർഹത? എന്ത് അഹങ്കാരം ഉണ്ടായിട്ടാ നീ അങ്ങനെ ചിന്തിച്ചത്? ഇത് അഹങ്കാരമല്ല ആന്റി, ഈ നിൽക്കുന്ന ഗൗതമിലുള്ള എന്റെ സ്നേഹവും വിശ്വാസവുമാണ്. ജയിക്കൂ എന്നുള്ള ഉറപ്പാണ്. ഓ, ഭർത്താവിന്റെ കഴിവില് ഭാര്യയ്ക്ക് എന്താ ഒരു കോൺഫിഡൻസ്. ഇതേ കോൺഫിഡൻസ് പ്രണവിന്റെ കാര്യത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. അന്ന് നീ ഉൾപ്പെടെ അതിനെ അങ്ങ് പുച്ഛിച്ച് തള്ളി. ഇതിനാ സ്വാർത്ഥത എന്ന് പറയുന്നത്. ഇതിലൊരു സ്വാർത്ഥതയില്ല. എനിക്ക് മാത്രമല്ലല്ലോ, ഈ കുടുംബത്തിന് മുഴുവൻ പ്രയോജനം കിട്ടില്ലേ ഈ ബിസിനസ് വിജയിച്ചാൽ? ആഹാ, അത് ശരി. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? ഞാൻ ബിസിനസ് ചെയ്യാൻ പാടില്ലെങ്കിൽ എല്ലാവരുടെ സമ്മതമില്ലാതെ ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനും പോകുന്നില്ല. വീട് പണയപ്പെടുത്തി ബിസിനസ് ചെയ്യാനുള്ള ഐഡിയയെ ഏതെങ്കിലും കുപ്പത്തൊട്ടി കൊണ്ട് കളഞ്ഞേക്ക്. എന്റെ ഐഡിയ കുപ്പത്തൊട്ടിൽ എറിയാൻ പറയാൻ നീ ആരാടാ? വിരൽ ചൂണ്ടി പേടിപ്പിക്കുന്ന പഴയ പരിപാടി ഇന്നിനി വേണ്ട. അതെല്ലാം വിട്ടേക്ക്. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നടക്കില്ല എന്ന് പറയാൻ നീ ആർക്കും ഇഷ്ടമല്ലാത്ത ഒന്നിനും ഇറങ്ങണ്ട. വീട് പണയം വെക്കുന്ന കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. ഗൗതം, നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ബിസിനസ്സാണ്. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പോരാത്തതിന് ഇവർക്കാർക്കും ഇഷ്ടവുമല്ല. അതല്ല, ഈ ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സ് നോക്ക്. വേറെ ഒരു സോഴ്സും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടികളും മറ്റ് പ്രോജക്റ്റുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക. അതിലൊന്നും ഇനി ഒന്നും ചെയ്യാനാവില്ല. കമ്പനിയിൽ നിന്ന് ഫണ്ട് എടുക്കാൻ അമ്മ സമ്മതിക്കുകയും ചെയ്യുന്നില്ല. ഈ വീട് മാത്രമേ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ പേരിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത്? ഈ വീടും വസ്തുവും സ്വന്തം പേരിലായതുകൊണ്ടായിരിക്കും തനിച്ചങ്ങ് തീരുമാനം എടുത്തത്. ഇതേ അനുവാദം ചോദിക്കലൊന്നും അല്ല, വെറുതെ കാഷ്വൽ ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ശരിയല്ലേ? കണ്ടോ എത്ര പ്രീ പ്ലാനോട് കൂടിയ പ്രണവിന്റെ ചേട്ടൻ സംസാരിക്കുന്നെന്ന്. ഗൗതം എന്ത് വിചാരിക്കുന്നോ അതേ നടക്കും. ഇത് ഗൗതമിന്റെ വീടാണല്ലോ. മായ അടച്ചിരുന്ന ഇവിടെ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞുകൂടാ. ശിവാനി, ആവശ്യമില്ലാത്ത ഇഷ്യൂ ഒന്നും നീ പറഞ്ഞുണ്ടാക്കണ്ട. ഈ പ്രോജക്റ്റിൽ ജയിക്കാന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഗൗതം ഈ വീട് പണയപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. പിന്നെ വിജയിച്ചില്ലെങ്കിലോ? വിജയിക്കും. തോറ്റുപോയാൽ എന്ത്? അതാണ് എന്റെ ചോദ്യം. എന്നെ അനുസരിക്കാതെ പോയി ഈ ബിസിനസ്സില് ഗൗതം തോറ്റാൽ നിനക്ക് ഗൗതമിനെ വിട്ടു പോകാൻ പറ്റുമോ? പറയ്. എന്നേക്കുമായി ഇവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പറ്റുമോന്ന്? എന്ത് വസു, ഏത് വിഷയം സംസാരിച്ചാലും നിധിയിൽ തന്നെ നീ വന്നെത്തുമല്ലോ. നിനക്ക് എപ്പോ നോക്കിയാലും ഇത് തന്നെ പറയാനുള്ളോ? ഇവള് വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോ ഏട്ടത്തിക്കത് ദഹിക്കുന്നില്ല അല്ലേ? നാളെ ഈ വീട് തന്നെ നഷ്ടപ്പെട്ട് എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലോ? അതിനെക്കുറിച്ച് ഏട്ടത്തിക്ക് വിഷമമേ ഇല്ല അല്ലേ? ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് ഇത് മുടക്കാവുന്നൊന്നും ആരും വിചാരിക്കണ്ട. എന്റെ തീരുമാനം തന്നെയാ. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, പറയാനുള്ളത് പറഞ്ഞും കഴിഞ്ഞു. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇനി എന്റെ വാക്കുകൾക്ക് വിലയില്ല. പക്ഷേ വെറുതെയെങ്കിലും ഒരു കാര്യം ഓർത്തു വെച്ചോ, നീ എടുക്കുന്ന ഈ റിസ്കിന്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നുണ്ട്, ഈ വീട്, ഈശ്വരമംഗലം വീട് നമുക്ക് നഷ്ടപ്പെടാൻ പോവാണ്.
കുറിച്ചു വെച്ചോ നീ. ഹ, വീടിന്റെ മുതലാളിയും മുതലാളിച്ചയും ചേർന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി എന്ത് കാണാനേ പ്രണവ് ഇവിടെ നിൽക്കുന്നേ? പൊയ്ക്കൂടെ? ഒന്നുകൂടി ആലോചിച്ചൂടെ ഗൗതം? അച്ഛാ, എടുത്തിയാട്ടമല്ല, ഒരുപാട് ആലോചിച്ചിട്ട് തീരുമാനിച്ചത്. ജയിക്കുമെന്ന് ഉറപ്പുണ്ട് അച്ഛാ. എങ്കിൽ ഇനി ഞാൻ എതിര് പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം, എന്ത് സംഭവിച്ചാലും ഈ വീട് നഷ്ടപ്പെടുത്തി കളയരുത്. ഇല്ല, ഉറപ്പ്. മോനെ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. എന്നെ വിശ്വസിക്ക് പാറു, നമ്മൾ ജയിക്കും. വാ പാറു. ഈ ബിസിനസ്സിൽ ഗൗതം വിജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ആ പറയുമോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാ ഞാനിപ്പോ വിളിച്ചത്. പ്രധാനപ്പെട്ട കാര്യമോ? അതെന്താ? റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടിയിട്ട് ഗൗതം ഒരു 100 ഏക്കർ പുരയുടെ വാങ്ങിക്കാൻ പോവാ. അത് നടക്കില്ലല്ലോ. വസുന്ധര പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അതൊക്കെ ഇപ്പൊ മാറി മറിഞ്ഞു അങ്ങളെ. നിധിയും ഗൗതമും ചേർന്ന് ഇപ്പൊ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുക. ഈ ഈശ്വരമംഗലം വീട് തന്നെ പണയപ്പെടുത്തി ആ പ്രോപ്പർട്ടി വാങ്ങിക്കാനാ ഗൗതമിന്റെയും നിധിയുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ. ഓ, അത് ശരി. ആ നിലവാരത്തിലേക്ക് ഗൗതം എത്തിയല്ലേ? അല്ല, നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ മോളെ. സത്യമാണെങ്കിലേ, അതിന്റെ ചർച്ചയായിരുന്നു ഇത്രയും നേരം. ഈശ്വരമംഗലം വീട് ഗൗതമിന്റെ പേരിലാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഗൗതമിന്റെ തീരുമാനം നടക്കൂ. ഈ വരുന്ന 7-ാം തീയതിക്കുള്ളിൽ ആ പുരയിടം വാങ്ങാനാണ് തീരുമാനം. ഭാര്യയ്ക്കും ഭർത്താവിനും ആ കാര്യത്തിൽ ഒരേ വാശിയാ. അങ്ങളെ, അവര് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്ന പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും കാണില്ല. അതുറപ്പാ. മോളക്കാര്യത്തിൽ പേടിക്കേ വേണ്ട. തല കുത്തി നിന്ന് ഗൗതം വെള്ളം കുടിക്കുമായിരിക്കും, പക്ഷേ ഈ പ്രോപ്പർട്ടി അവൻ വാങ്ങില്ല ശിവാനി.